നിങ്ങൾക്കൊരു കാര്യം അറിയോ? നമ്മൾ എത്ര തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കെമിക്കൽ ഡൈസ് ഉപയോഗിച്ചാലും നമ്മുടെ മുടി അന്നേരം കുറച്ച് നേരത്തേക്ക് നന്നായിട്ട് കറുത്ത് നിൽക്കുമെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ സാധാരണ നരച്ചതിലും ഇരട്ടി മുടിയായിട്ട് പിന്നെ നരയ്ക്കാൻ തുടങ്ങും. പക്ഷേ നമ്മൾ നാച്ചുറലായിട്ട് ഡൈ ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് റിസൾട്ട് കിട്ടില്ലെങ്കിൽ പോലും കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഹെയറൊക്കെ നന്നായിട്ട് നരച്ച ഹെയറൊക്കെ പതുക്കെ കളറ് മാറി നല്ല ഡാർക്കനായിട്ട് വരും. അപ്പോൾ ഇന്ന് നമ്മൾ അങ്ങനത്തെ ഒരു ഹെയർ ഡൈ ആണ് ചെയ്യുന്നത്. നാച്ചുറലായിട്ടുള്ള ഹെയർ ഡൈ ആണ്. ഒരു തരത്തിലുള്ള സൈഡ് എഫക്റ്റും ഉണ്ടാകുന്നില്ല ഈ ഹെയർ ഡൈ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ. പക്ഷേ നമ്മൾ റോസ്മേരി ലീവ്സൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ബീറ്റ്റൂട്ട് വേണം. ബീറ്റ്റൂട്ട് നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് തൊലി കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാം. ബീറ്റ്റൂട്ട് നമ്മൾ വെറുതെ ഹെയറിൽ ബീറ്റ്റൂട്ടിൻ്റെ ജ്യൂസൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും നല്ലൊരു ഹെയർ കളറിങ് ഉണ്ടാവുന്നുണ്ട്. ബീറ്റ്റൂട്ടിൻ്റെ ആ ഒരു കളറ് ബർഗണ്ടി ആ ഒരു കളറ് നമുക്ക് ഹെയറിന് കിട്ടാറുണ്ടല്ലോ. ചെറിയ ചെറിയ രീതിയിൽ നേരിയതായിട്ടൊക്കെ ആ ഒരു കളറ് ഷെയ്ഡ് കിട്ടാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് വരുമ്പോൾ ഉള്ളൊരു റിസൾട്ട് എന്ന് പറഞ്ഞാൽ നല്ലൊരു കളറിങ് നമുക്ക് കിട്ടും ഹെയറിന്. അപ്പോൾ ആദ്യം നമ്മൾ ഇതുപോലെ കുറച്ച് വെള്ളം എടുത്തിട്ട് അത് നന്നായിട്ട് വെള്ളം തിളച്ചതിന് ശേഷം നമ്മുടെ റോസ്മേരിയുടെ ഡ്രൈഡ് ലീവ്സ് വാങ്ങിയിട്ട് ഒരു സ്പൂൺ അതിനകത്തേക്ക് ഇടുക. അപ്പോൾ നന്നായിട്ടത് വെട്ടി തിളയ്ക്കട്ടെ. നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും അതിൻ്റെ ഒരു എസൻസൊക്കെ അതിനകത്ത് ഇറങ്ങി നിൽക്കും. ഇനി അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഉലുവ പൊടിയും കൂടെ ഇടാം. ഉലുവ നിങ്ങൾക്ക് റോ ആയിട്ടുള്ള ഉലുവ ഉണ്ടെങ്കിൽ, സാധാരണ ഉലുവയാണെങ്കിൽ അങ്ങനെ ഇടാം. അല്ല പൊടിയായിട്ടാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. ഒരു സ്പൂൺ തന്നെ സെയിം ക്വാണ്ടിറ്റിയിൽ തന്നെ ഉലുവയും ഇടുക. ഇനി അത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും അരിഞ്ഞു വെച്ച ബീറ്റ്റൂട്ട് 1/2 ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കേണ്ട കരിഞ്ജീരകമാണ്. കരിഞ്ജീരകം ഒരു സ്പൂൺ തന്നെ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുകയാണ് നമ്മൾ. കരിഞ്ജീരകം ഇതുപോലെ തന്നെ മുടി വളരാനും നല്ലതാണ്. മുടിക്ക് നല്ലൊരു നാച്ചുറലായിട്ട് കളർ കൊടുക്കാനും നല്ലതാണ്. അപ്പോൾ ഇത് ഒറ്റ യൂസിൽ റിസൾട്ടൊന്നും കിട്ടില്ല. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 1 മന്ത് യൂസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. ഇതിനി നന്നായിട്ട് ഒരു 10 മിനിറ്റോളം നന്നായിട്ട് തീ കുറച്ചിട്ട് ഒരു ചെറു തീയിൽ നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് റോസ്മേരി വാട്ടറായിട്ട് ഉപയോഗിക്കാം. ഇത് നമ്മൾ ഹെയർ ഡൈയിൽ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഞാനിത് എടുത്ത് പറഞ്ഞത്. ഈ രീതിയിലാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞത്. അപ്പോൾ ഇനി നമുക്ക് ഈ റോസ്മേരി വാട്ടർ തിളപ്പിച്ച് ആറിയതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ട് ജ്യൂസിലേക്ക് ഒഴിക്കാം. അത് ഒരു കൃത്യമായിട്ടുള്ള ഇന്ന അളവൊന്നുമില്ല, നമുക്ക് എത്ര വേണമെങ്കിലും യൂസ് ചെയ്യാം. കാരണം ഇത് റോസ്മേരി വാട്ടറാണ്. റോസ്മേരി ഓയിലൊക്കെ ആണെങ്കിൽ നമുക്കൊരു ചെറിയ മിനിമൽ ക്വാണ്ടിറ്റിയിലേ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നുണ്ട്. പക്ഷേ റോസ്മേരി വാട്ടർ അങ്ങനെയല്ല. നമുക്ക് ഡൈല്യൂട്ടഡ് ആയതുകൊണ്ട് ആവശ്യത്തിൽ കൂടുതൽ ഉപയോഗിച്ചാലും പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്കതിൽ ഇഷ്ടമുള്ള പോലെ തന്നെ യൂസ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ഹെന്ന പൊടിയും കൂടി ഇതിനകത്തേക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ ഹെന്ന പൗഡർ നന്നായിട്ട് കട്ട പിടിക്കാതിരിക്കാനായിട്ട് പെട്ടെന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇനി നമുക്കൊരു അടികട്ടിയുള്ള ചീനച്ചട്ടിയോ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അത് എടുക്കാം. ഞാനിപ്പോൾ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നന്നായിട്ട് ഈ ഒരു ലിക്വിഡ് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. തിളപ്പിച്ച് നമ്മൾ തീ കുറച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. അപ്പോഴാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആ ഒരു ഫോമിലേക്ക് അത് എത്തുള്ളൂ. അതുമാത്രമല്ല ഈ ഒരു ഹെയർ ഡൈയിൽ ഉലുവ ഉപയോഗിക്കുന്നതുകൊണ്ട് ഉലുവ കുറച്ച് തണുപ്പുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നീരിറക്കം കാര്യങ്ങളുള്ള പ്രശ്നങ്ങളുള്ളവർ ആദ്യം കുറച്ച് ഉപയോഗിച്ച് നോക്കുക. അല്ലെങ്കിൽ നമ്മുടെ പനിക്കൂർക്ക അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്തതിന് ശേഷം ഉപയോഗിക്കുക. ഈ ഒരു നമ്മളാദ്യം ഇപ്പോൾ റോസ്മേരി വാട്ടർ ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് കുറച്ച് പനിക്കൂർക്കയും കൂടി ഇട്ടിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ തലനീരിറക്കം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നവർക്ക് അതത്ര പ്രശ്നമാവില്ല. അപ്പോൾ റോസ്മേരി വാട്ടർ ഓൾറെഡി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും, മിക്സ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാം. ഡെയിലി നമുക്ക് ചെയ്യാൻ വേണമെങ്കിൽ വീക്കെൻഡിലാണെങ്കിലും ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഒരു 1 മന്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. നന്നായിട്ട് നല്ല നരച്ച മുടി ഉള്ളവർക്കൊക്കെ നന്നായിട്ട് ആ ഒരു കളറ് മാറി ഫെയ്ഡാവും, കുറച്ചും കൂടെ ഡാർക്കനായിട്ട് വരും. അപ്പോൾ നന്നായിട്ട് വെള്ളം ഉണ്ടായിരുന്ന ഒരു ഈ മിക്സിൽ നമുക്ക് ഹെയറിൽ പറ്റാൻ പറ്റുന്ന അത്രയും വെള്ളത്തിൽ ഒരു പേസ്റ്റ് രൂപത്തിലേക്ക് ആക്കി നമ്മൾ എടുക്കുകയാണ്. ഇനി അത് ഒരു ഹെയർ ഡൈയുടെ ഒരു രൂപത്തിലേക്ക് ആക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ ഡയറക്റ്റ് ഹെയറിൽ അപ്ലൈ ചെയ്യുക ആറിക്കഴിഞ്ഞതിന് ശേഷം. എന്നിട്ടൊരു 20-30 മിനിറ്റൊക്കെ ഹെയറിൽ നന്നായിട്ട് വെച്ചിട്ട് നമുക്ക് സാധാരണ വെള്ളത്തിൽ തന്നെ വാഷ് ചെയ്യാം. ഇപ്പോൾ ഷാമ്പൂ ഒന്നും ഉപയോഗിക്കണമെന്നില്ല, അല്ലാതെ തന്നെ മുടി കഴുകിയെടുക്കാവുന്നതാണ്.